person like Bill Gates, some billionaire or millionaire, and they can fund you. These are easy things for God. ആമേൻ. അതുകൊണ്ട് നമ്മുടെ വിഷയം വലിയ വിഷയമായിരിക്കണം. കാരണം ഇത് അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് മൂമെൻറ്റിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, അതിനുവേണ്ടി കരഞ്ഞാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ, അതിൻ്റെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ആ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പാടില്ല. എൻ്റെ കുടുംബം, എൻ്റെ പ്രശ്നം, എൻ്റെ ജോലി, എൻ്റെ കടം, നോ. വലിയ വിഷൻസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വൻ കാര്യങ്ങൾക്ക് ദൈവം ചെയ്യും. So don't limit yourself to your personal visions. Oh, my debt, my family. But these are the last days. So expand your vision to a global vision and surrender to God for that. Cry to God for that and stand before God rather than for your little problems. Be global minded. Be end times minded, that God can suddenly use you for global visions. So let God expand your visions. സോ ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ മിഡിൽ ഈസ്റ്റ് കാണിക്കുന്നത്, ലൈക്ക് ദുബായ്, അബുദാബി ഒക്കെ കാണിച്ചു തരും. എന്നിട്ട് പറയുകയാണ് വലിയ സ്ക്രീൻ, അവരുടെ റോഡുകളിലൊക്കെ വലിയ സ്ക്രീനിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഒരു വലിയ ക്രൂസൈഡ് നടക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് അവർ കൊടുക്കാൻ പോവുക. അതുപോലെ ആ ഒരു വിഷൻ ദൈവം കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അറബ് കൺട്രീസിനെ ദൈവം മാറ്റും, മിഡിൽ ഈസ്റ്റിനെ ദൈവം മാറ്റിമറിക്കും. അവിടെ മുഴുവൻ ബ്ലോക്കുകൾ, എന്താ പറയുക, വലിയ ഡിസ്പ്ലേക്കകത്ത് മിനിസ്ട്രി ഇന്ന ദിവസം നടക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ക്രൂസിൽ നടക്കാൻ പോകുന്ന ഡിസ്പ്ലേക്കകത്ത് കർത്താവ് ചെയ്യാൻ പോകും. അതുപോലെ ദൈവം ഒരു വിഷയം കാണിക്കുക. As I am speaking to you right now, and the Lord is showing me a vision in the present about Dubai, Abu Dhabi, in the Middle East to do crusades. And God can set up these things as we are speaking. He can give the now time. And right now for the Middle East, God is giving me a vision to setting up big crusades, big meetings. Amen. കർത്താവിനെ കാണിക്കുന്ന നിങ്ങൾ ഇത് പ്രാർത്ഥിക്കാമെങ്കിലും നമുക്ക് വലിയ മിനിസ്റ്റേഴ്സ്, ലൈക്ക് പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസിൻ്റെ ഒക്കെ ആയിരിക്കും പോയി അവരുടെ സുവിശേഷം പറയുവാൻ. അവർ നമ്മളെ സ്വീകരിക്കുന്ന കാരണം ഇത് അന്ത്യകാലമാണ്, പരിശുദ്ധാത്മാവാണ് ഇടപെടുന്നത്. അവർ നമ്മളെ സ്വീകരിക്കുന്ന ഒരു വിഷൻ ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി നരേന്ദ്രമോദിയൊക്കെ സ്വീകരിക്കുന്ന ഒരു വിഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. As I'm speaking right now, as of now in the present, God is showing me a vision that kings, rulers, prime ministers, heads of states would receive us, because these are the last days and God will give you favor. Even like the Prime Minister of India, Mr. Narendra Modi, and God will make a way to speak to them, connect with the rulers. So pray accordingly, ask accordingly, because we are in the last days. കർത്താവിനെ കാണിക്കുന്ന ഒരു വിഷൻ ഇതാണ്. അതായത് ഈ പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ് ലെവലിലുള്ളവർ, അതുപോലെ ഹയർ റാങ്ക് ലെവലുള്ളവരെല്ലാം വലിയൊരു റൂമിൻ്റെ അകത്തിരിക്കുകയാണ്. മീൻസ് ഒരു സ്റ്റഡി, ഒരു ഹോളിൻ്റെ അകത്ത്. സോ അതിൻ്റെ അകത്ത് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സംഘത്തെ ദൈവം കാണിക്കുക. സോ അത് നമ്മളായിത്തീരെ നമുക്ക് പ്രാർത്ഥിക്കാം. So let us pray. I'm seeing a vision right now. In a room I see presidents, prime ministers, heads of states, kings, government in a room, and the Lord is showing me that we are ministering, or people are ministering to them. Let us pray. Let us be that people. Let us be that people who will be speaking to the prime minister, the president, the kings, the head of state. Pray accordingly as the Lord is showing me this vision. Pastor, is the recording on the message? Yes, Pastor. Oh, that's good, yeah. So when ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ പാസ്റ്റർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഇങ്ങനെ ഒരു തീയുടെ ഒരു അഭിഷേകം എന്നിലൂടെ കടന്നു പോകാനിടയായി. As I was prophesying, I was just speaking, and as I was being translated, I felt the anointing of the fire going down through me. Right now, I felt the fire of God, the anointing of God going down my. കർത്താവ് പറയുന്ന ആ ഗ്രൂപ്പിലോട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ടതുപോലെ ജാതികൾക്ക് വേണ്ടി ഇറങ്ങിയ പരിശുദ്ധാത്മ, അല്ലെങ്കിൽ ജോവേലിൻ്റെ നിവൃത്തീകരണം പോലെ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഈ പ്രസിഡൻസ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രികൾ, പ്രൈം മിനിസ്റ്റേഴ്സ്, വലിയ പദവിയിൽ ഇരിക്കുന്നവരുടെ മേലോട്ട് തീയുടെ ഒരു വലിയ അഗ്നി ഇറങ്ങി വരുന്നതൊക്കെ തീ ഗോളം ഇറങ്ങി അവരിൽ വരുമെന്ന് കർത്താവ് പറയുന്നത്. The Lord is telling me, like according to the book of Acts chapter 2, the Holy Spirit will come like Holy Spirit and fire, and he will descend upon these rulers, this government, this it will come down. That's what the Lord is showing me right now. The Holy Spirit will come as fire upon the rulers and government ministers and presidents to fulfill the prophecy of Joel in Acts chapter 2. കർത്താവ് പറഞ്ഞ ഈ പശുക്കളുടെ വാലുപൊക്കി മൂത്രം കുടിക്കുന്ന ആൾക്കാർക്ക്
അവരിൽ മേലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകും. അത് അവരെ ആ സ്ഥിതികളൊക്കെ ദൈവം മാറ്റും. The Spirit of the Lord is saying that the people who worship cows and drink the urine of cows, God can change the paradigm of their mind and change their mindsets, and God wants to change them. ഈ ദിവസങ്ങളിൽ ഈ ആദിവാസികളെ ദൈവം കാണിക്കുക. ആദിവാസികളുടെ ഇടയിൽ ദൈവത്തിന് വലിയ ഇടപാട് ചെയ്യാൻ പോവുക, ദൈവം ഇടപെടാൻ പോവുക. God ആദിവാസി wants to deal with the tribals, and in these days, God will deal with the tribals. കാരണം കർത്താവിനെ പറയുന്ന ആദിവാസികൾക്കൊന്നും അറിയത്തില്ല, ഒരു ശിശുക്കൾ അവർക്കൊന്നും അറിയത്തില്ല, വേൾഡ് എന്തെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ഈ കർത്താവിന്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ അവർ കാട് വിട്ട് നാട്ടിൽ വന്ന് പ്രീച്ച് ചെയ്യാൻ പോവുക. Lord praise the Lord. He's saying that the Holy Spirit will be poured upon the tribals in the forest, and they are innocent. They are like little babies, children. They don't know nothing. But when the Holy Spirit comes upon them, they will leave the forest and they will leave the jungle, and they will come to the countryside. They will come to the cities, and they will start to preach Christ. കർത്താവ് That's what the പറയുന്നത് Holy Spirit. ഒരുപാട് പേര് ഇനി കർത്താവിന് വേണ്ടി മരിക്കാൻ പോവുക. കാരണം ഈ പബ്ലിക്കിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് പേര് യേശുവിന് വേണ്ടി മരിക്കാൻ പോവുക. The Lord is saying the days are here when a lot of people will be martyred, a lot of people will be killed because a lot of people will come up publicly to speak about Jesus. As they testify of Jesus, they will be killed. ഇനോ ദൈവനെ കാണിക്കുന്നത് ക്രിസ്ത്യൻ ക്രൂസൈഡുകൾ നടക്കുമ്പോഴത്തേക്ക് ബോംബ് ബെൽറ്റ് ധരിച്ച ആൾക്കാർ വന്ന് അതിൻ്റെ അകത്ത് സ്ഫോടനം നടത്താൻ പോകും. I said, as the crusades or the Christian evangelist gatherings are happening, people will come with the hidden suicide bomb belts and explode themselves and create death in this midst of these meetings. കർത്താവ് പറയുന്ന വലിയ ക്രൂസൈഡുകൾ നടക്കുമ്പോഴത്തേക്ക് അതിൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ച് ജനത്തെ ആത്മവിഭവശതയിലോട്ട് കൊണ്ടുവന്ന് ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം അവർ എഴുന്നേൽക്കത്തുള്ളൂ. The Lord is saying that in this coming days, the Holy Spirit will be poured out, and when the Holy Spirit will be poured out, people will be slain in the Spirit, and they will only rise up after 2 to 3 hours. They will be on the ground under the power of the Spirit for 2 to 3 hours. ഐസയ ചാപ്റ്റർ ഇടപെടുക. കാരണം ഈ ഉണങ്ങിയ അസ്ഥികളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കൊണ്ടുവരാൻ പോവാ. The Lord is showing me Ezekiel chapter 37 where the dry bones are made to come to life, and I see that vision where the dry bones are being raised up. കർത്താവിന് വേണ്ടി വലിയൊരു സംഘത്തെ, വലിയൊരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകും. അതിലും നമ്മളായി തീരാൻ പ്രാർത്ഥിക്കാം. Let us say that God is going to raise up a divine army like Ezekiel, but let us pray. Let us be the part of that army. Let us be the ones in the army. Pray accordingly. ഇസ്രയേലിന് മേലൊരു വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ ഇപ്പം ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു വൈറ്റ് ക്ലോത്ത്, ഇസ്രയേലിന്റെ മുകളിൽ ഒരു വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് കാണിക്കുക. And I see a white sheet floating or being draped or being floated over the nation of Israel. That's what the Lord is showing me right now. കർത്താവിന്റെ ഗ്രേസ് ഇസ്രയേലിന്മേൽ ഇറങ്ങും. പലരും ഈ നാളിൽ രക്ഷിക്കപ്പെടും ഇസ്രയേലിന്റെ അകത്ത്. God is going to pour out His grace on the nation of Israel, and many will be saved from the nation of Israel. ഇസ്രയേലിനെ പ്രത്യേകം കർത്താവ് സ്നേഹിക്കുന്നു. ഇസ്രയേലിന് വേണ്ടി യേശു കരയുന്നു കാണിക്കുന്നു. The Lord loves Israel, and I see Jesus weeping over Israel. Amen. Thank you, Lord. Thank you, Lord. Thank you, Spirit. Hallelujah. കർത്താവിന്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. I thank for the Lord's presence. ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കര ഫയർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. As I am speaking, I'm experiencing the presence of the manifest presence of the fire of God. ഇന്ന് രാവിലെ പിതാവാം ദൈവത്തെ കാണിക്കുവാനിടയായി 2 പ്രാവശ്യം വെളിപ്പെട്ടു പിതാവാം ദൈവം. Today morning, I was able to see the manifest revelation of God the Father 2 times today morning. പക്ഷെ സെക്കൻഡുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, രൂപമൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലൗഡിൻ്റെ അകത്ത് വലിയ പ്രകാശമായി 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുവാനിടയായി. Just for a blinking 2 to 3 seconds, the Father's glory came in the form of a cloud. I'm not saying that I saw His form, but I know the presence of the Father came in the form, in the shape of a cloud. ഞാൻ എന്നിട്ട് എൻ്റെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുക. അപ്പോഴത്തേക്ക് വൈഫ് ചോദിച്ചു, എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു. So as I was sitting up in my bed, my eyes were filled with tears, and my wife, my spouse, asked me, "Why are you crying?" അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. വേറൊരു റീസൺ പറഞ്ഞ് ഞാനങ്ങ് ഒഴിവാക്കി. I didn't answer her directly. I just gave some other reasons and avoided the question. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യണ പിന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു.
because if I start explaining, it'll take much time. And then I thought I'll explain സോ later. ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ എല്ലാം നമ്മൾ അലിയിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അലിയിക്കാൻ തുടങ്ങും ദൈവം. When the love of God comes, things in our life will start to melt. സോ ദൈവസ്നേഹത്തിനോട് പ്രാർത്ഥിക്കണം, ദൈവമായിട്ട് കൂടെ നടക്കാൻ പ്രാർത്ഥിക്കണം. Let us pray that we be filled with the love of God and also we walk with the Lord. ആമീൻ. ഈ മീറ്റിംഗ് നടത്താതിരിക്കാൻ വേണ്ടി ഒരു പൈശാചിക ശക്തി ഇന്നലെ പ്രവർത്തിക്കാനിടയായി. The enemy tried to stop me last night from conducting this meeting. സോ ലാസ്റ്റ് നൈറ്റ് ഞാൻ ഒരു 7 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഫെൻസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, last night around 7 p.m. in the night, I was standing by my home by the fence of my property. തൊട്ടടുത്ത നെയ്ബർഹുഡ് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു വലിയൊരു ഡോഗ് ചാടി വന്ന് എൻ്റെ ഷോൾഡർ ഇവിടെ കടിച്ചു പറിച്ചു കൊണ്ടുപോയി. The neighbor's dog jumped over the fence and came and bit on my biceps. സോ അദ്ദേഹം വന്നു, ഞാൻ പറഞ്ഞിങ്ങനെ ഡോഗ് കടിച്ചുകൊണ്ട്. അദ്ദേഹം കുറെ റീസൺസ് ഒക്കെ പറഞ്ഞു, കാരണം അവര് ഇതാണ് എന്താ പറയുന്നത്, സൈറ്റൻ വർഷിപ്പുകാരാണ്. My neighbors are Satan worshippers, and they said many reasons. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അന്നേരം നമ്മുടെ വിൽസ് പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഡോക്ടറെ ഒന്നും കാണിക്കുന്നതല്ല, ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാരണം എനിക്കിതിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള വിശ്വാസം തോന്നിയില്ല. പക്ഷേ ഞാൻ അവിടുത്തെ കർത്താവ് ക്ഷമിക്കാനല്ല യേശു പറഞ്ഞു, ക്ഷമിച്ചേക്കാം, നമുക്ക് പട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പം വെള്ള ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പം അതിനനുസരിച്ച് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ രാത്രി 11 മണിക്ക് തിരിച്ചു വന്നത്. So I reasoned, no, God can take care of it because it's a dog bite. I forgave my neighbors. Then I was debating it. Then I went to the hospital to get the precautionary vaccine shot, and I came back by 11 in the night. ഒരു 2-3 ഇഞ്ചക്ഷൻ അടിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ. So they gave me 3 shots, 3 vaccines yesterday. ഓക്കെ. തിരിച്ചു വന്നപ്പോൾ ആ 2 പേരും വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. When I came back, both my neighbors were standing outside. എനിക്ക് അവരോട് ഒരു ദേഷ്യവും തോന്നിയില്ല, കാരണം നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. എനിക്കൊരു ദേഷ്യവും തോന്നിയില്ല. ഞാൻ സംസാരിക്കുന്ന ലവ് ഓഫ് ഗോഡിനെ പറ്റി പറയുന്നത്. I didn't feel no anger towards them. My message, I want to talk to you about the love of God. അപ്പോൾ ആ ഫാമിലി വന്നിട്ട് എൻ്റെ കാലും കൈയൊക്കെ പിടിക്കാൻ തുടങ്ങി, ആ സഹോദരി കരയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ കരയണ്ട, നിങ്ങളോട് എനിക്കൊരു വിഷമവുമില്ല, നിങ്ങളല്ല ചെയ്തത്, നിങ്ങളുടെ ഡോഗല്ലേ ചെയ്തത്, നിങ്ങളല്ല ചെയ്തത്, നിങ്ങളെന്തിനാ കടന്ന് കരയെന്ന് ചോദിച്ചു. Though the lady of the house fell at my feet trying to beg pardon, I said, don't cry, sister, don't cry. You didn't do anything. It is your dog who did that. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വാക്സിനേഷൻ എടുത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ താ, കാരണം അങ്ങനെ ആകുമ്പോഴത്തെ എനിക്ക് 4 ഇഞ്ചക്ഷൻ ഒഴിവാക്കാം, അല്ലെ പിന്നെ ഈ 4 ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ച പോകണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ സർട്ടിഫിക്കറ്റ് തരാമെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞു. So I said, I am recommended to take 4 vaccines in the coming weeks. But if your dog is vaccinated, give me proof of the dog's vaccination that I can avoid going to the hospital for me taking vaccinations. അപ്പോൾ അവർ പറഞ്ഞ വാക്സിനേഷൻ ഇല്ല, പിന്നെ വാക്സിനേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനിയും ഇഞ്ചക്ഷൻ എടുക്കണം. വാക്സിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റിൽ കൗണ്ടിയിൽ അറിയിക്കണം നിയമം. അങ്ങനെ രാവിലെ കൗണ്ടി വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞ് വാക്സിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ട് പറയാം. അവർ ഡയറക്റ്റ് ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു. അപ്പം ഇല്ലെങ്കിൽ നമ്മൾ തുടർന്ന് മെഡിസിൻ എടുക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം. വാക്സിനേഷൻ ഉണ്ടെങ്കിൽ എടുക്കണ്ടെന്ന് പറയും. The county is like what you call a Panchayat in Kerala. So I called the county government and said, because the dog is not vaccinated, I'm by law, I have to let the county know, the Panchayat know that the dog is not vaccinated. So they will come and do the inquiry. Because the dog is not vaccinated, I have to continue with my personal dog vaccines. സോ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരു യാത്രയാണ്. ദ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ജേർണി. ക്രിസ്ത്യൻ ജീവിതം ഒരു യാത്രയാണ്. Translate that. ഓക്കെ. Christian life journey. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞ ഒരു യാത്രയാണ്. പക്ഷേ അത് പരിശുദ്ധാത്മാവിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. The Christian life is a journey, but the Lord demands, or the Lord decides that we walk in the Spirit and with the Spirit. എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ബൈബിൾ മാനദണ്ഡം അവർ ആത്മാവിൽ നടക്കുക എന്നതാണ്. The commission or the demand of the Bible is that every believer should walk in the Spirit and with the Holy Spirit. നമ്മൾ ആത്മാവിൽ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണാൻ പറ്റും. If we walk
in the Spirit and with the Spirit, then we can see the mighty works of God. പക്ഷേ നമ്മൾ ജഡത്തിൽ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ മഹത്വം കാണാൻ പറ്റത്തില്ല. But if you're walking in the flesh, we will not see the glory of God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ആത്മാവിൽ ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. And if you're living in the Spirit, then you'll be led by the Spirit. അതാണ് ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം പറയുന്നത്, ആത്മാവിൽ നടക്കുക, ആത്മാവിൽ അനുസരിക്കുക. Galatians 5:25, if you live in the Spirit, walk in the Spirit. That's what Galatians 5:25 says. ദിവസങ്ങളിൽ നമ്മൾ ആത്മാവിൽ നടക്കുവാൻ ശ്രദ്ധിക്കണം. Be careful, be cautious to walk in the Spirit. ഫ്ലഷിൽ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റത്തില്ല. But if we are ruled by the flesh or we live in the flesh, we can't see the glory of God. അതുകൊണ്ടാണ് 25-ാം വാക്യം പറയുന്നത്, ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. That's why Galatians Paul writes that if you live in the Spirit, then walk in the Spirit and obey and surrender to the Spirit. റോമലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? നമ്മൾ വായിച്ചു നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും എന്താണ്? ഹല്ലേലൂയ, ദൈവമക്കൾ എങ്ങനെ നടക്കുന്നു? ആത്മാവിൽ നടക്കുന്നു. Romans 8:14 says, as many are led by the Spirit, they are the sons of God. സോ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. As many are led by the Spirit, they are the sons of God, says the Romans. ദൈവത്തിന്റെ മക്കളുമുണ്ട്, ദൈവത്തിന്റെ വേലക്കാരുമുണ്ട്. സോ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ആത്മാവിൽ നടക്കണം. There are servants of God and there are sons of God. If you're truly sons of God, then we should be led by the Spirit. അതുകൊണ്ടാണ് 25-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. And if you live in the Spirit, then if you should walk in the Spirit, then we should be obedient and surrendered to the Holy Spirit. അപ്പം റോമലേഖനം 8-ന്റെ 14 എന്താണ് പറയുന്നത്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ നമ്മൾ അനുസരണയോടുകൂടി നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്. That's why the book of Romans says, as many are led by the Spirit of God, then we are the sons and daughters of God. So we should be led by the Spirit of God. So ജീസസ് പറഞ്ഞ ജോൺ 3:60 പറയുന്നത് എന്താണ്? യോഹന്നാൻ 3:6 പറയുന്നത്, മറ്റേ വിധത്തിൽ പറഞ്ഞാൽ പുതുജനനത്തിൽ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. In John he says, those who are born again, it is the Spirit who gives life. So നാം ദിനം പ്രതി ആത്മാവ് ജീവിക്കുന്നതിൽ തുടരണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. The Lord decides that we in everyday life we should live in the Spirit and live by the Spirit. We should walk in the Spirit. അപ്പോൾ ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. And Jesus says, those who are born of the flesh, they are of the flesh, and those who are born of the Spirit, they are of the Spirit. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആത്മാവിൽ ജനിച്ചു, ഇനി ആത്മാവിൽ നടക്കുക, ആത്മാവിനെ അനുസരിക്കുക. We are born of the Spirit, then we should live and walk in the Spirit, then we should obey the Holy Spirit. സോ ആത്മാവിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം നാം യേശുവിൻ്റെ നിയന്ത്രണത്തിൽ വഴങ്ങുകയും യേശുവിൻ്റെ വഴി പിന്തുടരുകയും ചെയ്യണം. Living in the Spirit is that we are obedient to the Lord Jesus Christ and we are walking in the ways of the Lord Jesus Christ. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ അധികാരം നമ്മളിൽ വെളിപ്പെട്ടു വരുവാൻ യേശുവിനെ നമ്മൾ അനുവദിക്കണം. We should allow the Lord Jesus Christ that his authority and his power should be made manifest. We should allow the Lord Jesus Christ. കർത്താവ് പറഞ്ഞു, ഫോളോ മീ. ഫോളോ മീ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പോയാൽ മതി. Jesus said, എന്നെ അനുഗമിക്കുക. അന്ന് ആവശ്യമുണ്ടെങ്കിൽ then we should follow him if we want to. അപ്പൊ അനുഗമിക്കുവാൻ നമ്മൾ അനുഗമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ നടത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. If we choose to follow him, then he can guide and then he can direct us if we choose and surrender to follow him. കർത്താവ് പറയും എന്നെ അനുഗമിക്കാൻ പറയും, ജഡം പറയും പോകരുതെന്ന് പറയും. ഇപ്പം ജഡത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷെ കർത്താവിൽ ഏൽപ്പിച്ചാൽ കർത്താവിന്റെ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. When he says, follow me, Jesus said, then we have to surrender our spirit to follow Jesus. But our flesh will say, no, I don't want to do it. But if we yield to our flesh, we will not follow Jesus. But if we yield to our spirit, then we will follow Jesus. അതുകൊണ്ട് എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നത് അവനെ എതിർക്കുന്നതിനോ അവനെ ദുഃഖിപ്പിക്കുന്നതിനോ എതിരാണ്.
The book of Ephesians says, "Do not grieve the Holy Spirit. Do not grieve the Holy Spirit, but be submissive to the Holy Spirit, but walk by the Holy Spirit." അപ്പം നമ്മൾ ആത്മാവിൽ നടക്കുമ്പോൾ കർത്താവ് സന്തോഷിക്കും. So when we are walking in the Spirit, we will make the Lord rejoice. We will not grieve the Holy Spirit. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. It says you are sealed with the Holy Spirit. You are sealed with the Holy Spirit for the day of redemption, but therefore do not grieve the Holy Spirit. ഈ നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഏറ്റവും സെൻസിറ്റീവ് പരിശുദ്ധാത്മാവാണ്. If you study or if you have revelation of the God the Father, God the Son, God the Holy Spirit, then we will understand that of the three, the Holy Spirit is the most sensitive. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിതാവിനെ ദുഃഖിപ്പിച്ചാലും കുഴപ്പമില്ല, പിതാവ് ക്ഷമിക്കും. പുത്രനെ ദുഃഖിപ്പിച്ചാലും കുഴപ്പമില്ല, പുത്രൻ ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലും ക്ഷമിക്കത്തില്ല, സ്വർഗത്തിലും ക്ഷമിക്കത്തില്ല. He says, do not, that's why if you grieve the Father, He will forgive you. If you grieve the Son, He will forgive you. But when you grieve the Holy Spirit, that's why He says, do not grieve the Holy Spirit, and the sin against the Holy Spirit will not be forgiven. അവിടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നമ്മളൊരു പവറായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ ഡൗ ആയിട്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്താ പറയുക, ഒരു സോഴ്സ് ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് ദുഃഖിപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ ഉപയോഗിക്കാൻ തോന്നുന്നത്. When you just see the Holy Spirit as a source of power, then we want to use the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുമ്പോൾ, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. So instead of seeing the Holy Spirit as a source of power, see the Holy Spirit as a living person, a living individual. When you have revelation of that, then you will try not to grieve the Holy Spirit. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ജീവിതം തന്നെയാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത്, എന്റെ മകനെ എന്ന് വിളിക്കുന്നു, എനിക്ക് ശബ്ദം കേൾക്കാം, എന്റെ മകനെ എന്ന് ശബ്ദം കേൾക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. So I am hearing my son, the Holy Spirit is calling me. The Holy Spirit is an individual. He's an individual by himself. And so you have to see him as a person. So നമ്മൾ ആത്മാവുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്താണ് ശരിക്ക് ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി തരുവാനിടയാവും. So when we start to interact, when we start to fellowship with the Holy Spirit will reveal the love of God. പരിശുദ്ധാത്മാവാണ് യേശുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കാരണം യേശു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക, യേശു ഭൂമിയിലില്ല, പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് യേശുവിനെ കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. So we have to understand that Jesus is not physically on the earth. He's at the right hand of the Father in heaven. And the Holy Spirit is the person physically on the earth. And it is the Holy Spirit himself who will reveal the person of Jesus and make Jesus more real, because the Holy Spirit is on earth with you. ഈ ഗലാത്യയിലെ 5-ാം അധ്യായം നമ്മൾ വായിക്കാൻ പറയാം, വിശ്വാസിയില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പരിശോധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞു മാസ്റ്റർ. വിശ്വാസിയില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കണം നമ്മൾ. Or we should examine ourselves as if whether we are living in the Spirit to see the fruit of the Spirit. That's what Galatians 5 says. ഹല്ലേലൂയ. ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സന്ദർശനം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുക. Galatians 5 starts by saying that those who are in Christ Jesus, we have liberty, we have freedom in Christ Jesus. നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലോട്ട് വന്നിരിക്കുകയാണ്. We have been liberated from the law and we are coming to the liberty. Where the Spirit of the Lord is, there is liberty. So ആത്മാവിൽ നടക്കുന്നവർ ആ വിശ്വാസത്താൽ നാം പ്രത്യാശിക്കുന്ന നീതിയെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും 5-ാം അധ്യായത്തിൽ. So we are waiting with hope. We are waiting with hope, with great expectation as we wait on the Holy Spirit. അതിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞ നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലോട്ട് വന്നിരിക്കുകയാണ്. And verse 18 says, we have been liberated from the law and we have come into liberty. Therefore stand in the liberty or freedom. ഈ പുതിയ നിയമത്തില് അല്ലെങ്കിൽ ഈ യുഗ സമയത്ത് പരിശുദ്ധാത്മാവിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. In this age of grace, we should give more importance to the Holy Spirit. കാരണം പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് പിതാവാൻ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. നോയ്ക്ക്
ആ പിതാവാം ദൈവം ഒരു സീഡായിട്ട് പരിശുദ്ധാത്മാവിലൂടെയാണ് മറിയിൽ വരുന്നത്. So, so the Father reveals as a seed. Jesus comes as a seed into Mary through the Holy Spirit. So in these last days, it's Holy Spirit who reveals the Father. It is the Holy Spirit who reveals Jesus. It is the Holy Spirit who is making Jesus real. And the Holy Spirit came as a seed into Mary to reveal Jesus or to bring forth Jesus. നമ്മൾ ദൈവത്തിന് വായിക്കുമ്പോൾ കാണാം, ഏകദേശം അബ്രഹാമിന്റെ കാലം കഴിഞ്ഞൊരു 100-400 വർഷത്തോളം പിതാവാം ദൈവം ആരോട് ഇടപെട്ടിട്ടില്ല. പക്ഷെ ആദ്യകാലങ്ങളിൽ പിതാവാം ദൈവമാണ് ഇടപെടുന്നത്. അതിനുശേഷം പുത്രനാം ദൈവം ലോകത്ത് വന്നു. എനിക്കൊന്നൊരു 33.5 വയസ്സ് വരെ ഇടപെട്ടിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം പരിശുദ്ധാത്മാവാണ് ഇന്ന് ഭൂമിയിലുള്ളത്. പരിശുദ്ധാത്മ എത്ര കാലഘട്ടമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. So in the dispensations of God, God deals with Abraham. God the Father deals in the first portions of the dispensations of God. It is God the Father who is dealing. In the dispensation of Jesus, God deals through the Son only for 33.5 years. But after that, for thousands of years, it is the dispensation of the Holy Spirit, and it is the Holy Spirit that we are dealing with. This is the dispensation of the Spirit. അപ്പൊ പിതാവാം ദൈവത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, പുത്രനാം ദൈവത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാം ദൈവത്തിന് ലിമിറ്റ് ഇല്ലാതെ ഭൂമിയിൽ സഞ്ചരിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിരിക്കുക. So the dispensation of God the Father had a time duration, and same way there was a time duration and limitation for the visitation and manifestation in physical form for the Lord Jesus. But the Holy Spirit dispensation is keeping on going, has been brooding for some time. He's on the earth for a longer periods of time. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ 33.5 വയസ്സ് വരെ യേശു ഭൂമി ജീവിച്ച 3.5 കർത്താവ് പറഞ്ഞത്, കർത്താവിന് അധികം നടക്കാൻ പറ്റത്തില്ലെന്ന്. അല്ലെങ്കിൽ ഒരു 40 മൈൽ 50 മൈൽ, അല്ലെങ്കിൽ ഒരു 3000 പേര് 5000 പേര് 10000 പേരൊക്കെ കർത്താവിൻ്റെ ഒരു 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 പരിധി ഉണ്ടായിരുന്നു യേശുവിന്. കാരണം മാനുഷിക ബോഡി ആയതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ യേശു സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ യേശു വന്നിരിക്കുന്നത്. So if you study the Lord Jesus, there was limitations to him. 30 years of public life, 3.5 years of public ministry, and then he could only walk for a certain amount of time, or his power was limited. He was speaking to 5,000, 6,000, because there was limitations to the thing of a human physical body. But that is why the Lord Jesus sent us the Holy Spirit. അതുകൊണ്ടാണ് ഈ ബില്ലി ഗ്രഹാമിന്റെ മോള് ഇങ്ങനെ പ്രസംഗത്തിൽ പറയാനിടയായി, സ്കിന്നില്ലാത്ത യേശുവാണ് പരിശുദ്ധാത്മാവ്. So Billy Graham's daughter said, Anne Graham said, the Holy Spirit is God, the Lord Jesus Christ without skin, meaning without a physical body. ആമേൻ. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴ് ഉള്ളവരല്ല. And if you are being led by the Spirit, you are no longer under the law. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So the Lord is desiring and wanting us to obey and be led by the Holy Spirit. കൂടാതെ ആത്മാവിൽ നടക്കുന്നവൻ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ തൃപ്തികളെ കൊല്ലുവാനിടയാവും. If you are being led by the Holy Spirit, if you are walking by the Holy Spirit, you can put to death the working of the flesh. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിശാചിനെ നമുക്ക് വചനം പറഞ്ഞു ഓടിക്കാം. I always say that, you can resist the devil by speaking the word of God. വചനം പറഞ്ഞാൽ അവൻ ഓടിപ്പോകും. കാരണം അവൻ നിങ്ങളെ സിംഹം പോലെ അറന്ന് സിംഹം പോലെ വിഴുങ്ങാൻ വരും. പക്ഷെ വചനം പറയുമ്പോൾ പുള്ളി നിൽക്കത്തില്ല, പുള്ളി സ്ഥലം വിടും. The Bible says that the devil is seeking like a roaring lion whom he might devour. But the roaring lion, the devil, you can rebuke him by speaking the word. When you speak the word, the devil will run away. ഇനിയിപ്പം ഡീമൺസ് ആണെങ്കിൽ തന്നെ അവനെ നമ്മൾ വെളിപ്പെടുത്തി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവന് നിൽക്കാൻ പറ്റത്തില്ല. അവൻ പറയും വെളിപ്പെട്ടു പോയി നിൽക്കാൻ പറ്റുന്ന അവൻ സ്ഥലം വിടും. So once the demon behind the power is manifested, once we say to the devil that is revealed, get out, be gone in the name of Jesus, he will go, the devil will run away. പല പല ഡീമൺസ് ഉണ്ട്, 100 ടൈപ്പ് ഡീമൺസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഭൂമിയിൽ. There are many kinds of demons in this earth. പക്ഷെ നമുക്ക് ആത്മാവ് വിവേചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നിൽക്കാൻ പറ്റത്തില്ല, ഓടിക്കളയും. Once the Holy Spirit discerns and shows us by the discerning of the Holy Spirit which demon is there, then we can speak and the devil will run in Jesus' name. കാരണം ഡീമൺ അറിയാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി അപ്പോൾ നമ്മുടെ അരികെ അടുത്ത് വരത്തില്ല. കാരണം നമ്മളെ ചുറ്റും ഒരു ദൈവിക സാന്നിധ്യമുണ്ട്.
The devil doesn't come near us because there's a divine presence and enveloping, surrounding, overbrooding us. And therefore, we are kept by the presence of the Spirit, and the devil won't come near us. ഇവിടെ പല ആഫ്രിക്കൻസിനും ആഫ്രിക്കൻ അമേരിക്കൻസ് അവർ ഭയങ്കര അഡിക്ഷൻസ് ആണ്, എന്തെങ്കിലും ഡ്രഗ്സിനോ അല്ലെങ്കിൽ ആൽക്കഹോളിക്കോ ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഹോംലെസ് ആൾക്കാർ ഒരുപാടുണ്ട്. ഇവർ ഓടി ഇങ്ങനെ അടുത്ത് വരും, ഇവർ ഓടി ഇങ്ങനെ അടുത്ത് വരും. അടുത്ത് വന്ന ഒരു 100 മീറ്റർ അല്ല 50 മീറ്റർ വന്ന പിന്നെ ഇവർ അടുത്ത് വരത്തില്ല, അവർ തിരിച്ചെങ്ങും പെട്ടെന്ന് കൂടി പോന്നിട്ട് കാണും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഡീമനാണ്. അവർ നമ്മുടെ അടുത്തോട്ട് അടുക്കാൻ അവർക്ക് പേടിയാണ്, കാരണം യേശു നമ്മളിൽ ഉള്ളതുകൊണ്ട്, പരിശുദ്ധാത്മ ഉള്ളതുകൊണ്ട് അടുക്കത്തില്ല. അവർ വന്ന സ്പീഡിൽ തിരിച്ചു പോകുന്നത് കാണാൻ പറ്റും. So there are a lot of African Americans. There are a lot of addictions to them, and sometimes these people come to us or come to him, and as they're coming, when they come close, like a 50 yards something around, immediately they run back the way they came, because they sense the presence of God within you or within him, and then they will run away. They will not come near him. അപ്പൊ ആത്മാവിൽ നടക്കുകയാണെങ്കിൽ ഡീമൻസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. So if you're walking in the Spirit and walking by the Spirit, you don't have to be afraid of demons. പക്ഷെ ജഡത്തെ നമ്മൾ പേടിക്കണം, കാരണം ജഡം വെച്ചാൽ നമ്മൾ കിടന്നുറങ്ങുന്നത്. So then we have to be afraid of the flesh, because we live in the flesh, we sleep in the flesh. ജഡം വെച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. Because of the flesh, we are having our bodily activities, we eat. ജഡം വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. And we live and travel in this body. അതുകൊണ്ട് ജഡത്തെ നമ്മൾ അനുദിനം കൊന്നേ പറ്റത്തുള്ളൂ, ക്രൂശിച്ചേ പറ്റത്തുള്ളൂ. Because we live in the flesh, we are admonished, we are advised by the word of God to crucify and put the flesh to death, or the working of the flesh to death, or crucify it. പ്രസൻസ് ഓഫ് ഗോഡ് എപ്പോഴും നമ്മളെ നിലനിർത്തിയാലുള്ളൂ, ജഡം ഉയരാതിരിക്കത്തുള്ളൂ. If we continue to keep and maintain the presence of God within us, then the flesh and the nature and the workings of the flesh will not rise. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് 24 hours ഞാൻ വർഷിപ്പ് സോങ്സ് ഇട്ട് അതുപോലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കും, ആ കൊണ്ട് ജോലിയും ചെയ്യും. As I am working, I play the worship songs, I quote the scriptures, I play the word of God, I play the worship music, so I keep my atmosphere filled with the presence of God. സോ വചനവും ആ വർഷിപ്പോടെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. So when the word of God and the Spirit of God is in us, in the atmosphere, the Holy Spirit will be with us. ഞാൻ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ കിച്ചണിൽ എനിക്ക് ചെറിയ സ്പീക്കറുണ്ട്. ഞാൻ നേരെ അത് ഗൂഗിൾ ഇന്റർനെറ്റ് ഓപ്പറേറ്റഡ് മെഷീനാണ്. ഞാൻ പറയും ഗൂഗിൾ പുട്ട് ഹോളി സ്പിരിറ്റ് വർഷിപ്പ് സോങ്, ദെൻ കിച്ചണിൽ ഞാൻ ജോലി വർഷിപ്പ് ചെയ്തുകൊണ്ട്. So even in my kitchen, I have a small speaker, and I speak to that because it's powered by Google, and I say, Google, play this Christian worship song, and my kitchen is filled with the worship song. They're having fun. Hey Google, stop it. Hey Google, stop. I'm sorry, ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഓപ്പൺ ആയത്. അപ്പോൾ ഞാൻ ഞാൻ കുളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് മൊബൈൽ ഫോണുമായിട്ട് പോകുന്നത്, അവിടെ വർഷിപ്പ് സോങ് ഇടും. So as I enter my shower bath, I take my phone with me and I fill the bathroom with worship songs. So വർഷിപ്പ് ഇട്ട് ഞാൻ ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. So as I'm showering, under the shower, I start to interact. I start to speak with the Holy Spirit. ഇടയ്ക്ക് വന്ന് എന്റെ വൈഫ് വന്ന് ഡോർ നോക്കിയിട്ട് ചോദിക്കും, ആരോട് സംസാരിക്കുന്നു ചോദിക്കും. Sometimes my spouse, my wife will knock on the door. Hey, who are you talking with in the bathroom, in the shower? അല്ലെങ്കിൽ ചോദിക്കും, കൊട്ടിയിട്ട് ചോദിക്കും എന്താ പറഞ്ഞെന്ന് ചോദിക്കും. Sometimes she will knock and say, did you say something to me? What did you say? So കിച്ചണിൽ ചെന്നാലും ബാത്റൂമിൽ ചെന്നാലും ഇനി കാറിനകത്തിരുന്നാലും ലിവിംഗ് റൂമിൽ ഇരുന്നാലും ഞാൻ യാർഡിൽ പണിയെടുക്കാൻ പോയാൽ പോക്കറ്റിനകത്ത് വർഷിപ്പ് സോങ് ഉണ്ടാവും. So wherever I am, be it in my yard working, or be I'm in the bathroom, be I'm in the kitchen, be I'm in the car, wherever I am always playing the worship songs in the background. So that means നമ്മൾ പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുക, എപ്പോഴും പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുക. So because I'm doing so, I am a carrier of the Holy Spirit. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു അബദ്ധം എന്നാണെന്നറിയോ? ഞാൻ ഇന്നലെ ഒരു ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിച്ചൊരു വെളിപ്പാട് അദ്ദേഹത്തിന് പറയാനിടയായി. നമുക്ക് പറ്റുന്ന എന്താ പറയുക, നമ്മൾ പോകുന്നിടത്ത് യേശു വരണം. നമുക്കുള്ള കുഴപ്പം നമ്മൾ പോകുന്നിടത്ത് യേശു വരണം. I was praying to a doctor yesterday, and the Lord showed me something. We demand wherever we go, Jesus go with us. പക്ഷെ ദൈവം എന്നെ കാണിച്ച വെളിപ്പാട്, യേശു പോകുന്നിടത്ത് നമ്മളെ ഒരു വെളിച്ചമായിട്ട് കൊണ്ടുപോകുക.
So what the Lord, that's true, amen. What the Lord was showing me, that where Jesus is going, where Jesus is leading me, I go as a light.